എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തിലേക്ക് കടക്കുകയാണ്. ചിങ്ങം കന്നി മാസങ്ങൾ ചേർന്ന് വരുന്ന ഈ സെപ്റ്റംബർ മാസം നക്ഷത്ര ലോകത്തും ഗ്രഹസ്ഥിതിയിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് വൃശ്ചികക്കൂറുകാരുടെ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറുകാരുടെ 2026 സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ ഫലത്തെപ്പറ്റിയാണ്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ലളിതമായ പരിഹാര മാർഗ്ഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം സെപ്റ്റംബർ മാസത്തെ ഗ്രഹനില പരിശോധിക്കാം. സൂര്യൻ സെപ്റ്റംബർ 16 വരെ നിങ്ങളുടെ 10ാം ഭാവമായ ചിങ്ങൻ രാശിയിലും തുടർന്ന് 11ാം ഭാവമായ കന്നി രാശിയിലൂടെയും സഞ്ചരിക്കുന്നു. ചൊവ്വ സെപ്റ്റംബർ 18 വരെ 8ാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷം 9ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങത്തിലും 26ാം തീയതി വരെ കന്നിയിലും തുടർന്ന് തുലാത്തിലും സഞ്ചരിക്കുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി കർക്കിടകൻ രാശിയിൽ തന്നെ നിലകൊള്ളുന്നു. ശുക്രൻ 11ാം ഭാവത്തിൻ്റെ അധിപനായി സ്വക്ഷേത്രമായ തുലാത്തിലാണ് നിൽക്കുന്നത്. ശനി 5ാം ഭാവമായ മീനത്തിലും രാഹു 4ാം ഭാവമായ കുംഭത്തിലും കേതു 10ാം ഭാവമായ ചിങ്ങത്തിലും തുടരുന്നു. ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ച് ഓരോ മേഖലയും വിശദമായി പരിശോധിക്കാം. ആദ്യം തൊഴിൽ മേഖല പരിശോധിക്കാം. സെപ്റ്റംബർ 16 വരെ 10ാം ഭാവമായ ചിങ്ങത്തിൽ സൂര്യൻ നിൽക്കുന്നത് തൊഴിൽ രംഗത്തെ വലിയ അധികാര സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ തരുന്നതാണ്. മേലധികാരികളിൽ നിന്നും സർക്കാരിൽ നിന്നും പ്രശംസയും പിന്തുണയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. സെപ്റ്റംബർ 16-ന് ശേഷം സൂര്യൻ 11ാം ഭാവമായ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതോടെ തൊഴിലിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഏറെക്കാലമായിട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷന്, ശമ്പള വർധനവ് എന്നിവയൊക്കെ ലഭിക്കാൻ സാധ്യത ഏറെയാണ്. 10ാം ഭാവത്തിലെ കേതു തൊഴിലിൽ ചിലപ്പോൾ മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവും നൽകിയേക്കാം. എന്നാൽ സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ കന്നിരാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും കാര്യശേഷിയും ഒക്കെ കൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നതാണ്. 9ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിസയൊക്കെ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സെപ്റ്റംബർ 2ാം പകുതിയോടെ മികച്ച സമയം വരുന്നതാണ്. ഇനി ബിസിനസ് മേഖല പരിശോധിക്കാം. 9ാം ഭാവത്തിൽ നിലകൊള്ളുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ബിസിനസ്സിൽ വലിയ മുന്നേറ്റങ്ങളൊക്കെ സമ്മാനിക്കുന്നതാണ്. മുൻപൊക്കെ മുടങ്ങിക്കിടന്ന പദ്ധതികളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. ബിസിനസ്സിൻ്റെ വിപുലീകരണത്തിനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ബാങ്ക് വായ്പകളോ നിക്ഷേപകരിൽ നിന്നുള്ള സാമ്പത്തിക സഹായമോ ഒക്കെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമാണ്. സെപ്റ്റംബർ 26 വരെ ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ അനുകൂല നില പുതിയ ഇടപാടുകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ സഹായിക്കും. ആശയവിനിമയ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും പുതിയ ക്ലയൻറ്റിനെയൊക്കെ ആകർഷിക്കാനും സാധിക്കുന്നതുമാണ്. ജാഗ്രത പാലിക്കേണ്ട സമയം സെപ്റ്റംബർ 18 വരെ ചൊവ്വ 8ാം ഭാവത്തിൽ മിഥുനത്തിൽ നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പങ്കാളിയുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകരുത്. സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാറുമെങ്കിലും കർക്കിടകത്തിൽ നീചസ്ഥനാകുന്നതിനാൽ നിയമപരമായ കാര്യങ്ങളിലും വലിയ സാമ്പത്തിക ഇടപാടുകളിലുമൊക്കെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി സാമ്പത്തിക സ്ഥിതി നോക്കാം. 11ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് സെപ്റ്റംബർ 16-ന് ശേഷം സൂര്യൻ 11ാം ഭാവത്തിലേക്കൊക്കെ എത്തുന്നതും ധനപരമായിട്ട് വലിയ ആശ്വാസമൊക്കെ തരുന്നതാണ്. അതുപോലെ ഒന്നിൽ കൂടുതൽ മാർഗങ്ങളിൽ നിന്ന് ധനാഗമനത്തിനൊക്കെ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും പണമൊക്കെ വന്നു ചേരാം. അതുപോലെ 9ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടൊക്കെ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിമിത്തം മുൻപ് മറ്റുള്ളവർക്കൊക്കെ നൽകി ഇനിയും തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ച പണമോ അതുപോലെ കുടിശ്ശികയായ തുകകളോ ഒക്കെ ഈ മാസമൊക്കെ തിരികെ ലഭിക്കാം. അതുപോലെ ബാങ്ക് വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കുന്നതുമാണ്. സെപ്റ്റംബർ 16 വരെ 10-ലും പിന്നീട് 11-ലും സഞ്ചരിക്കുന്ന സൂര്യൻ കാരണം സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ, അതുപോലെ ഇൻസെൻറ്റീവ്, കുടിശ്ശിക
അല്ലെങ്കിൽ ശമ്പള വർധനവ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ്. സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ 11-ാം ഭാവത്തിലൊക്കെ ഉച്ചസ്ഥനായി നിൽക്കുന്ന സമയം പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ തികച്ചും അനുയോജ്യമാണ്. ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് എന്നിവയിലൊക്കെ ശ്രദ്ധയോടെ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ലാഭമൊക്കെ നൽകുന്നതാണ്. ചൊവ്വ 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യമായ ധനനഷ്ടമോ ആശുപത്രി ചിലവോ ഒക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം സെപ്റ്റംബർ 18 വരെ. അതുപോലെ ആഡംബര വസ്തുക്കൾക്കായും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർക്കായിട്ടുമൊക്കെ അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ്. ആലോചിക്കാതെ വൻതുകകളൊക്കെ ആർക്കും കടം കൊടുക്കുകയും അരുത്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി കുടുംബത്തിൽ സന്തോഷവും ആശ്വാസവും ഒക്കെ നൽകും. ദീർഘകാലമായിട്ടൊക്കെ മുടങ്ങിക്കിടന്ന മംഗല്യകർമ്മങ്ങൾ, പൂജകൾ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങൽ, അല്ലെങ്കിൽ വീട് പണി പുനരാരംഭിക്കൽ തുടങ്ങിയ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ദാമ്പത്യ ജീവിതത്തിൽ ആനന്ദവും പരസ്പര ധാരണയും ഒക്കെ കൂട്ടുന്നതാണ്. പങ്കാളിയുടെ പേരിൽ സാമ്പത്തിക നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ പങ്കാളിക്ക് തൊഴിൽപരമായ പുരോഗതിക്കോ ഒക്കെ സാധ്യതയും ഉണ്ട്. എങ്കിലും സെപ്റ്റംബർ 18 വരെ ചൊവ്വ 8-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ജാഗ്രതയൊക്കെ വേണം. 4-ലെ രാഹുവും 5-ലെ ശനിയും ഒക്കെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ ചിലപ്പോൾ ഇടയാക്കിയേക്കാം. അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് സെപ്റ്റംബർ 18 വരെ സംസാരത്തിലൊക്കെ കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ വലിയ തർക്കങ്ങളൊന്നും ആകാതെ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണിക്കുന്നത് കുടുംബ സമാധാനമൊക്കെ നിലനിർത്തുന്നതുമാണ്. 5-ലെ ശനിയൊക്കെ നിൽക്കുന്നതിനാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിലോ പെരുമാറ്റത്തിലോ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എങ്കിലും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതിനാൽ സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനും മക്കളുടെ പുരോഗതിയിൽ അഭിമാനിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കന്നിരാശിയിലെ ബുധൻ്റെ സ്വക്ഷേത്ര ഉച്ചസ്ഥിതിയൊക്കെ വരുന്നത്, അതുപോലെ വ്യാഴത്തിൻ്റെ ആനുകൂല്യമൊക്കെ പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഇനി ആരോഗ്യകാര്യം നോക്കിയാൽ സെപ്റ്റംബർ 18 വരെ 8-ാം ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്നതിനാൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്നതിലും അതുപോലെ സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിലും അല്പം ശ്രദ്ധ വേണം. ഉദര സംബന്ധമായോ അസ്ഥി സംബന്ധമായോ ഒക്കെ ചെറിയ അസ്വസ്ഥതകളും അനുഭവപ്പെടാം. ഇനി ദോഷകാഠിന്യം കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചൊവ്വാഴ്ചകളിലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. തിങ്കളാഴ്ച ശിവന് ധാരയും കൂള മാല കൊണ്ട് അർച്ചനയും വഴിപാടായിട്ടൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായിക്കുന്നതാണ്. സൂര്യഗായത്രി ദിവസവും ജപിക്കുന്നത് തൊഴിലിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് കാരണവും ആകുന്നതാണ്. മൊത്തത്തിൽ പരിശോധിച്ചാൽ സെപ്റ്റംബർ 26 വൃശ്ചിക രാശിക്കാർക്ക് വലിയ വിജയങ്ങളും അവസരങ്ങളും ഒക്കെ സമ്മാനിക്കുന്ന ഒരു മാസമായിരിക്കും. ചെറിയ ജാഗ്രതയും വഴിപാടുകളും ഒക്കെ വഴി ഈ മാസത്തെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായി അനുകൂലമാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.